ഹായ്, ഞാൻ നാജ. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നാജ തഗ്സ് അടുക്കള. ഇന്ന് ഞാനൊരു നോർത്ത് ഇന്ത്യൻ ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഡാബ സ്റ്റൈൽ ചിക്കൻ കറി. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് ചപ്പാത്തി, ബട്ടൂര, നാൻ ഇതിൻ്റെ എല്ലാം കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. തയ്യാറാക്കാനായിട്ട് വളരെ ഈസിയും ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നമുക്ക് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ബോൺലെസ് ചിക്കൻ എടുത്തേക്കണേ, കാരണം എൻ്റെ പേരക്കുട്ടികൾ ബോൺലെസ് ചിക്കനേ കഴിക്കുകയുള്ളൂ. അപ്പോൾ അത് ഞാൻ ഉപ്പും മഞ്ഞളും ചേർത്ത് വാഷ് ചെയ്ത് നാരങ്ങ വെള്ളത്തിലിട്ട് എടുത്തതാണ്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/3 കപ്പ് തൈര്. അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. അത് അവരവരുടെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. നല്ലപോലെ ഈ ചിക്കനിൽ മഞ്ഞളും കാശ്മീരി ചില്ലി പൗഡറും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കുക. ഇനി വേണ്ട ഇൻഗ്രീഡിയൻസാണ് ഗ്രേവിക്കുള്ളതാണ്. ഞാൻ മാരിനേറ്റ് ചെയ്ത ചിക്കൻ അരമണിക്കൂർ മാരിനേറ്റ് ചെയ്തിട്ട് എടുത്തതാണത്. ഇനി സവാളയാണ് വേണ്ടത്. ഒരുവിധം വലിപ്പമുള്ള സവാള കനം കുറഞ്ഞ് സ്ലൈസാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ജീരകപ്പൊടി ക്യുമീൻ പൗഡർ 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, കാശ്മീരി ചില്ലി 1 ടേബിൾ സ്പൂൺ, കസൂരി മേത്തി 1 ടീസ്പൂൺ, പിന്നെ ഓൾ ഗരം മസാലയാണ് അത്. ബേ ലീവ്സ് 2, സിന്നമൻ 1 ഇഞ്ച് സ്റ്റിക്ക്, ക്ലോവ്സ് 4, പിന്നെ ബ്ലാക്ക് കാർഡമം 1, 2 ഗ്രീൻ കാർഡമം. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ. ഇനി വേണ്ടത് മല്ലിയിലയാണ്. ഞാൻ 1/2 കപ്പ് മല്ലിയില ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. അതിൽ കൂടുതലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് ഉപ്പാണ്. ഉപ്പ് പാകത്തിന് ചേർക്കുക. നേരത്തെ ചേർത്തുകൊണ്ട് നോക്കി വേണം ചേർക്കാൻ. പിന്നെ 2 തക്കാളി അരച്ചെടുത്താണ് 1 കപ്പ് ടൊമാറ്റോ പ്യൂരെ. പിന്നെ കാശ്മീരി ചില്ലി 1/2 ടീസ്പൂൺ, അരിഞ്ഞ ഇഞ്ചി 1 ടീസ്പൂൺ, പിന്നെ 2 പച്ചമുളക് നടുവേ പിളർന്നത്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്തേക്കണേ. നിങ്ങൾക്ക് ഓയിൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഓയിൽ മാത്രം ചേർക്കാം. നെയ്യ് വേണമെങ്കിൽ നെയ്യ് മാത്രം ചേർക്കാം. അതിലേക്ക് ഓൾ സ്പൈസസ് ഇട്ടിട്ട് അതൊന്ന് പൊട്ടിയതിന് ശേഷം സ്ലൈസായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. ഇനി ഈ സവാള ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ ആവണം. ആ ഗോൾഡൻ ബ്രൗൺ ആവണതിൻ്റെയൊക്കെയാണ് ഈ കറിയുടെ ടേസ്റ്റ് വരുന്നത്. ഇത് ഒരു അസൽ നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. തീ വല്ലാതെ കൂട്ടിയിടരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നടുവേ പിളർന്ന് വെച്ച പച്ചമുളകും കൂടെ ചേർക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. നല്ലപോലെ പച്ചമണം പോകണം. അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂരെ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ വെറുതെ അരിഞ്ഞിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ. വേവിക്കോ തിളപ്പിക്കോ ഒന്നും വേണ്ട. അത് 1 കപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ കണ്ടോ, അത് മുകളിൽ എണ്ണ തെളിയണ വരെ നമ്മൾ വഴറ്റി കൊടുക്കണം. നല്ലതുപോലെ എണ്ണ തെളിയണില്ലെങ്കിൽ ആ തക്കാളിയുടെ പച്ച ചുവയൊക്കെ ഉണ്ടാവും. അപ്പോൾ എണ്ണ തെളിയുമ്പോൾ ആ പച്ച റോ ടേസ്റ്റ് മാറിക്കോളും. ഏകദേശം
എണ്ണ തെളിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ലതുപോലെ എണ്ണ തെളിയട്ടെ. ഇതാ കണ്ട, പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വിട്ട് വരും. ഇനി നമുക്കതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ എടുത്ത് വെച്ചിട്ടില്ലേ, കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, ക്യുമീൻ പൗഡർ ജീരകപ്പൊടി, ഇത്രയും ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഒരു 2 മിനിറ്റ് നമുക്ക് വഴറ്റി കൊടുക്കാം. എണ്ണയൊക്കെ നല്ലതായിട്ട് വന്നു. ഇനി നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചിക്കൻ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ വഴറ്റി മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിലാണ് നമുക്ക് വഴറ്റേണ്ടത്. ഫ്രൈ ചെയ്യുക ശരിക്കും ഹൈ ഫ്ലെയിമിൽ 5 തൊട്ട് 7 മിനിറ്റ് വരെ ഫ്രൈ ചെയ്യാം. അഞ്ച് തൊട്ട് 7 മിനിറ്റ് വരെയും വഴറ്റണം കേട്ടോ. ഇനി നമുക്കതിലേക്ക് തിളച്ച വെള്ളം 1 തൊട്ട് 1.5 കപ്പ് വരെയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് വീണ്ടും ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എനിക്ക് കുറച്ച് ഉപ്പ് വേണ്ടി വന്നു, ഞാൻ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് 20 തൊട്ട് 25 മിനിറ്റ് വരെ ചിക്കൻ നല്ല വെന്ത് സോഫ്റ്റ് ആവണ വരെ നമുക്ക് വേവിക്കാം. ഞാൻ ഒരു അടപ്പ് വെച്ച് അടയ്ക്കുകയാണ്. 20 തൊട്ട് 25 മിനിറ്റ് വരെയാണ് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ നല്ലതുപോലെ. അപ്പോൾ അതാ നല്ല വെന്ത് എണ്ണയെല്ലാം നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്നുകൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കസൂരി മേത്തി നമ്മൾ കയ്യിൽ വെച്ചൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കണം. അതും ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കണം. കസൂരി മേത്തി നല്ല ക്രിസ്പായിട്ടിരിപ്പില്ലെങ്കിൽ ഒരു ഡ്രൈ പാനിൽ വെച്ചൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് കൈ വെച്ച് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഗരം മസാലയും ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നല്ലതുപോലെ അത് വഴറ്റി മിക്സ് ചെയ്യാം. വേറൊരു പാനിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഇഞ്ചി ചേർത്ത് കൊടുത്തു. ആ ഇഞ്ചി ഒരുവിധം മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. എൻ്റെ ഹോട്ട് പ്ലേറ്റ് ആയതുകൊണ്ട് അതിന് ചൂടുണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഓഫ് ചെയ്തിട്ട് മുളക് പൊടി ചേർക്കണത്. ഒരു ലൈറ്റ് ബ്രൗൺ ആവണ വരെ നമുക്കിങ്ങനെ വഴറ്റി കൊടുക്കണം. ഇനി ഞാൻ അടുപ്പ് ഓഫ് ചെയ്തു എന്നിട്ട് കേട്ടോ മുളക് പൊടി ചേർത്ത് കൊടുത്ത്. എന്നിട്ട് നമുക്കിത് കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ ആ നെയ്യിൽ ഫ്രൈ ചെയ്ത ഇഞ്ചിയുടെയും മുളകിൻ്റെ എല്ലാം വാസന വരുമ്പോൾ അസാമാന്യ ടേസ്റ്റാട്ടോ. ഇനി ചെറുതായിട്ട് മുറിച്ച മല്ലിയില ചേർത്ത് നമുക്ക് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ദാബ സ്റ്റൈൽ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് വെച്ചിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇതുവരെയെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ
അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാം.